ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുമ്പോൾ ആ ദൃശ്യങ്ങൾ തന്നെ പറയും. അതൊരു ഭൂകമ്പത്തിനൊക്കെ പ്രതീതി എന്നോണമാണ് ഈ ഒരു റോഡ് ഇടിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ വലിയ അവകാശവാദങ്ങൾ നടക്കുന്നുണ്ട് ഈ ദേശീയപാത നിർമ്മാണത്തെ ചൊല്ലി. അപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇതിൻ്റെ അവകാശം കൂടി, ഇതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കാൻ തയ്യാറാക്കണമെന്നാണ്. ഇവിടെ നിൽക്കുമ്പോൾ പോലും ആശങ്കയാണ്. കാരണം ഈ ബാക്കി ഭാഗം കൂടി എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാമെന്ന നിലയിലാണ്. കാരണം ഈ കല്ലുകളിലേക്കൊക്കെ ഒന്ന് പോയാൽ തന്നെ ഓരോ കല്ലുകളിലും വിള്ളലുണ്ട്. നാട്ടുകാർ പറഞ്ഞതാണ്. ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്ന സമയം മുതൽ തന്നെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ നാട്ടുകാർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അന്ന് അവർ ഈ ആശങ്ക പങ്കുവച്ചിരുന്നു. ഇത്തരത്തിലൊരു നിർമ്മാണം അത് ഒരു ശാശ്വതമാകുമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഫലവത്താകുമോ എന്നുള്ള സംശയമൊക്കെ അന്നേ പറഞ്ഞതാണ്. ഇന്ന് ഒരു ഗുരുതര ഭവിഷ്യത്ത് എന്തായാലും ഉണ്ടായിരിക്കുന്നു. നാട്ടുകാർ തന്നെയാണ് നമ്മളോട് ആ കാര്യങ്ങൾ പറഞ്ഞത്. നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണല്ലേ ഈ വിഷയം. നാടിനെ നെടുകെ പിളർത്തുന്ന ഈ ഗോപുരം കണക്കെ ഉയർന്നു നിൽക്കുന്ന ഈ ചൈനീസ് വൻമതിൽ പോലുള്ള നിർമ്മാണം നിങ്ങൾ കണ്ടു. ഈ രൂപത്തിൽ നിർമ്മാണം നടത്തിയിട്ടും